ഹായ്, ഞാൻ സജന ഹഫീസ് മുഹമ്മദ്, മോഡേൺ ഹോസ്പിറ്റൽ ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഇന്ന് ഏറ്റവും അധികം ആളുകൾ നമ്മളുടെ അടുത്ത് വരുന്നത് നടുവേദനയായിട്ടാണ്. അതിലൊരു വിഭാഗപ്പെട്ട ആളുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും അധികം കണ്ടുവരുന്നത് ഫാറ്റ് പോക്കറ്റ് സിൻഡ്രോം എന്ന് പറയണ ഫാറ്റ് വാലറ്റ് സിൻഡ്രോം എന്ന് കൂടി പറയാം. ഇത്രയും കട്ടിയുള്ള പേഴ്സസ് ബാക്കിൽ വെച്ച് ഇരിക്കുന്ന ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് നമ്മുടെ IT ഫീൽഡിലും, ഡ്രൈവേഴ്സും, കുട്ടികൾ, ക്ലാസ്സിൽ പോകുന്നവരും ഒക്കെ ആയിട്ട്. ഇതിൽ മെയിനായിട്ട് വരുന്നത് ഇത്രയും കട്ടിയുള്ള പോക്കറ്റിൽ വെക്കുമ്പോൾ നമ്മളുടെ നട്ടെല്ല് പതുക്കെ ഒന്ന് വളഞ്ഞിട്ടാണ് ഉള്ളത്. നമ്മളുടെ ഇടുപ്പ് എല്ലിൻ്റെ ഭാഗം പതുക്കെ ഒരു സൈഡിലേക്ക് പൊങ്ങിയിരിക്കുന്നതിന് മൂലം നമ്മുടെ നട്ടെല്ലിന് ഒരുപാട് വ്യതിയാനങ്ങൾ വരുന്നുണ്ട്. ഇത് മുഖേന നമ്മളുടെ കാലിലേക്കുള്ള ഞരമ്പുകൾ ഞെരടപ്പെടുകയും കാലിലേക്കുള്ള തരിപ്പ്, കഴപ്പ്, വേദന എന്നിവ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇതിന്റെ റെമഡിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒരുപാട് സമയം ഇത്രയും കട്ടിയുള്ള പോക്കറ്റിൽ വെച്ച് ഇരിക്കരുത്. എഴുന്നേറ്റ് നടക്കുക. ഹാഫ് ആൻ അവർ കൂടുമ്പോൾ നമ്മളുടെ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് പതുക്കെ നടന്നു വരേണ്ടതാണ്. നമ്മളുടെ ബാക്കിന്റെ മസിൽസിനെ നന്നായി സ്ട്രെച്ച് ചെയ്ത് വെക്കേണ്ടതുമാണ്. നമ്മൾ നിർബന്ധമായിട്ടും പോക്കറ്റിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രണ്ട് പോക്കറ്റിലേക്ക് മാറ്റേണ്ടതുമാണ്. പ്രോപ്പർ പൊസിഷനിങ് ആണ് മെയിനായിട്ട് ഇതിനൊരു റെമഡി ആയിട്ട് പറയുന്നത്. ബാക്കിൽ ചെയറിൽ നന്നായിട്ട് ബാക്കിലോട്ട് കയറിയിരിക്കാം. പതുക്കെ ഒരു ചെറിയ പില്ലോ വെച്ച് സപ്പോർട്ട് ചെയ്ത് ബാക്കിനെ എപ്പോഴും സപ്പോർട്ടഡ് ആയിട്ട് കീപ്പ് ചെയ്യാം. ഹാഫ് ആൻ അവർ ഒരു പ്രാവശ്യം എഴുന്നേറ്റ് മസിൽസിനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വന്ന് ഇരിക്കാവുന്നതാണ്. ഓരോരുത്തരുടെ ശരീരഘടനയ്ക്ക് അനുസരിതമായിട്ടുള്ള വ്യായാമങ്ങൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ടതാണ്. ഒരുപാട് സ്ട്രെങ്തനിങ് എക്സസൈസസ് നമുക്ക് ഇപ്പോൾ ബാക്കിന് അവൈലബിൾ ആണ്. അത് കറക്റ്റായിട്ട് ടൈലർ മെയ്ഡ് ആയിട്ട് ചെയ്ത് പോകേണ്ടതുമാണ്. IT ഫീൽഡിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നമ്മളുടെ ടേബിളിന്റെ ഹൈറ്റ് നമ്മളുടെ പ്രോപ്പർലി പൊസിഷൻഡ് ആയിരിക്കണം. ചെയറിന്റെ ഹൈറ്റും അതുപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സിസ്റ്റം അതിന്റെ ഹൈറ്റ് അനുസരിച്ച് നമ്മളുടെ ഐ ലെവലിൽ വരാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. കുട്ടികളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റഡി ടേബിൾസ് യൂസ് ചെയ്യുക. കൗച്ചിലും ബെഡിലും ഒന്നും ഇരുന്ന് പഠിക്കുന്നത് അത്ര നല്ല ഒരു ശീലമല്ല. അതുപോലെ തന്നെ ജിമ്മിൽ പോകുന്ന കുട്ടികൾ, മെയിനായിട്ട് അഡോളസെന്റ് ഏജിലുള്ള 15 to 18 ഇയേഴ്സ് ഉള്ള കുട്ടികളാണ് ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അവർ ഒരുപാട് വെയിറ്റ് ഇട്ട് ജിമ്മിൽ എക്സസൈസസ് ചെയ്യുമ്പോൾ ഒരുപാട് ബാക്കിൽ സ്ട്രെയിൻ വരുന്നുണ്ട്. സോ പ്രോപ്പർ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം അവരുടെ മസിൽസിനെ നന്നായി സ്ട്രെങ്തൻ ചെയ്ത് വെക്കേണ്ടതാണ്. താങ്ക് യു.